ഒന്നാമത്തെ കാര്യം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അവർക്കെതിരായി സസ്പെൻഡ് ചെയ്തു. അതുപോരാ, അവരെ സർവീസിൽ നിന്ന് നീക്കണം. സർവീസിൽ തുടരാൻ യാതൊരു അർഹതയില്ലാത്തവരാണ്. ഒരു കാരണവശാൽ ഇതുപോലത്തെ കാപാലികന്മാർ, ക്രൂരന്മാർ പോലീസ് സർവീസിലുണ്ടാകാൻ പാടില്ല. പോലീസ് ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും അവരുടെ സൗകര്യത്തിനുമാണ്, അല്ല അവരെ ആക്രമിക്കാനുള്ളതല്ല. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ ഒരു കാരണവുമില്ലാതെ മനഃപൂർവ്വമായി കൊണ്ടുപോയി ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ് ശരിക്കും. അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റും എങ്ങനെ? കൂട്ടം ചേർന്ന് കാണിക്കുന്ന അഹങ്കാരവും ധിക്കാരവുമാണത്. ആരുടെയും മേലെ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളുടെ മീതെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് വന്നാൽ ഇവരെന്തായിരിക്കും പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്നത്? ചിലപ്പോൾ കുറ്റവാളികളോട് നേരെ എതിരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാതെ ഒരു വിട്ടുവീഴ്ചയില്ല. ഇത് വീണ്ടും വരികയാണ്. പീച്ചിയിൽ ഹോട്ടലിലെ ഉടമയുടെ മകനെയും മാനേജരെയും കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുക, എന്നിട്ട് സെറ്റിൽ ചെയ്യുക, 5 ലക്ഷത്തിന് സെറ്റിൽ ചെയ്യുക, ആ കാശ് മേടിക്കുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങളടക്കം പുറത്തു വരികയാണ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ 4-4.5 വർഷക്കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന കേരള പോലീസിൻ്റെ തനി നിറമാണ് ഇപ്പോൾ പുറത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പറയും കേരള പോലീസിനൊരു കോക്കസാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ DGPക്ക് SP-മാരുടെ മീതെ നിയന്ത്രണമില്ല, SP-മാർക്ക് SHOമാരുടെ മീതെ നിയന്ത്രണമില്ല. ഇതെല്ലാം പല സ്ഥലത്തും പാർട്ടിയാണ് ഭരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ലോക്കൽ സെക്രട്ടറിക്ക് അടി കിട്ടി അവസാനം. അതാണ് അപ്പോൾ ഒരു മാഫിയ പോലത്തെ ഒരു സംഘമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ പോയപ്പോൾ CPM പ്രവർത്തകർ തടഞ്ഞു, ഇല്ലേ? അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കാതെ അത് തടഞ്ഞു. അപ്പോൾ പീച്ചിയിലുണ്ടായ സംഭവം, കുന്നംകുളത്തുണ്ടായ സംഭവം, ഇതൊക്കെ കുറേ പേര് അതിൻ്റെ പുറകെ നടന്നിട്ടാണ് ഈ CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടിയത്. സ്വാഭാവികമായി എത്രയോ മർദ്ദനങ്ങൾ ഈ CCTV ദൃശ്യങ്ങളില്ലാതെ അല്ല അതിൻ്റെ പുറകെ ആളുകൾ നടക്കാത്തതുകൊണ്ടും ഭയന്നിട്ടും പുറത്തു പറയാത്ത എത്രയോ കേസുകളുണ്ട്. അപ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുപോലുള്ള ക്രൂരമായ ആക്രമണങ്ങൾ നടക്കുകയാണ്. മനുഷ്യത്വരഹിതമായി മനുഷ്യാവകാശങ്ങളുടെ പൂർണ്ണമായ ധ്വംസനമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടാതിരിക്കുകയാണ്. എന്ത് കാര്യത്തിലാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത്? അദ്ദേഹമല്ലേ ഇതിന് മറുപടി പറയേണ്ടത്? അദ്ദേഹത്തിനല്ലേ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് മറുപടി പറയേണ്ടത്? അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല, ഒന്നിനെക്കുറിച്ച് ഒരു അഭിപ്രായമില്ല, പറയാതെ മാറി നിൽക്കുകയാണ്, ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രി. ഉത്തരം പറയേണ്ട സ്ഥലത്ത് അധികാരത്തിലിരിക്കുന്ന ആളുകൾ, ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന ആളുകൾ, അതിനെതിരായി ആക്ഷേപം വരുമ്പോൾ പറയാനുള്ള മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ നിന്നാണ്, ഔദ്യോഗികമായ ബാധ്യതയിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത്. ഇതാണ് കേരളത്തിലെ പോലീസ്. ജനങ്ങളെ ക്രൂരമായി തല്ലിക്കൊല്ലുന്ന പോലീസാണുള്ളത്. ആ പോലീസ് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ അതിശക്തമായ പ്രതിഷേധങ്ങളുണ്ടാകും. UDF ഭരണകാലത്ത് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഇല്ല, അങ്ങനത്തെ കേസുകളൊന്നും ചെയ്തിട്ടില്ല. കേസുകളുണ്ടെങ്കിൽ അപ്പം തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? 2023 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അത് പൂഴ്ത്തിവെച്ചു. ACPയുടെ റിപ്പോർട്ടുണ്ടായി, അത് പൂഴ്ത്തിവെച്ചു. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ മുഖ്യമന്ത്രിയാണ്, DGPയാണ് ഉത്തരവാദിത്വം എന്നല്ല. പക്ഷെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ആ സംഭവത്തിൻ്റെ മേലെ നടപടിയെടുക്കണ്ടേ? ഇപ്പം പീച്ചിയിലെ സംഭവം എത്രമാത്രം പൂഴ്ത്തിവെച്ചു. കുന്നംകുളത്തെ സംഭവം പൂഴ്ത്തിവെച്ചാണ് ചെയ്തത്. ഇത് ഭാഗ്യത്തിനാണ്, നിയമം സഹായിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. ഇത് കിട്ടിയതുകൊണ്ട്. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളാരെങ്കിലും വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിക്കുമോ? ഇത് പറഞ്ഞാൽ തല്ല് കിട്ടിയെന്ന് പറഞ്ഞാൽ ശരി തല്ല് കിട്ടി എന്നല്ലാതെ ഇത്രയും ക്രൂരമായ ഒരു ടോർച്ചറിങ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അപ്പോൾ ഇത് അറിഞ്ഞിട്ടും, മേലുദ്യോഗസ്ഥന്മാർ ഇത് അറിഞ്ഞിട്ടും ഇത് പൂഴ്ത്തിവെച്ചു എന്നുള്ളത് മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ? പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എന്തിനാ? ഒരു പോലീസ് സ്റ്റേഷനിൽ അഹിതമായത് നടന്നാൽ മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അറിഞ്ഞില്ലേ? എന്നാൽ പിന്നെ അതൊക്കെ പിരിച്ചുവിട്ടാൽ മതി. സ്പെഷ്യൽ ബ്രാഞ്ച് കുന്നംകുളത്തും പീച്ചിയിലും നടന്ന സംഭവം ഈ പോലീസ് സേനയിലെ ഇൻ്റലിജൻസ് സംവിധാനം അറിഞ്ഞില്ല എങ്കിൽ അത് പിരിച്ചുവിട്ടാൽ മതി. അപ്പോൾ അവരറിയാതിരിക്കില്ല, അവർ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്യും. അതിൻ്റെ ഇൻ്റലിജൻസ് DGP വഴി മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ മുഖ്യമന്ത്രിയും ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇതറിഞ്ഞിട്ടും ഇത് മനഃപൂർവ്വമായി പൂഴ്ത്തിവെച്ച് ഈ ക്രിമിനലുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അതാണ് പ്രശ്നം. എനിക്കത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഡീറ്റെയിൽ മീഡിയയായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു ഡീറ്റെയിൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല. അങ്ങനെയായിട്ട് ഒരു ഡീറ്റെയിൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല. എനിക്ക് ആ ഡീറ്റെയിൽ മീഡിയയായിട്ട് യാതൊരു ബന്ധവുമില്ല. വെള്ളാപ്പള്ളി പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ UDF-ൽ ഒരു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി അവാർഡിലെ റിഹേഴ്സൽ നടത്താമെന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത്.
ഞാൻ എന്തിനാ അദ്ദേഹം പറയുന്നതിനൊക്കെ മറുപടി പറയാൻ പോണ്? ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞല്ലോ. തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തല്ലോ. തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടു കൂടി UDFനെ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. പിന്നെ നിങ്ങൾ എന്നെ കാണില്ല. മറുപടി പറഞ്ഞല്ലോ. പിന്നെ എല്ലാ ദിവസവും അദ്ദേഹം പറയണത് ഞാൻ മറുപടി പറയണത്. കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഇന്ത്യയിലെ ദേശീയ പാർട്ടി എന്ന നിലയിൽ ഒരു സമീപനമുണ്ട്, ഒരു പ്രൊസീജിയറുണ്ട്. അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് ആരെയും പ്രഖ്യാപിക്കാറില്ല. എൻ്റെ ദൗത്യം എന്ന് പറയുന്നത്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കേരളത്തിലെ UDFനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്. അതുവരെയുള്ള എൻ്റെ കാര്യം. UDFനെ നയിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന ഒരു ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിച്ചു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമാണ് കേരളത്തിലെ UDFൻ്റെ. അദ്ദേഹത്തിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ നോക്കിക്കോളാം. അദ്ദേഹം ഓരോ ദിവസവും സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതിനെ ഓൺ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അദ്ദേഹം മലപ്പുറത്തെ മുസ്ലിങ്ങളെക്കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു. അദ്ദേഹം പാലായിലെ ക്രിസ്ത്യാനികളെക്കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു. എന്നിട്ട് പിറ്റേ ആഴ്ച അദ്ദേഹം ഗുരുദേവൻ്റെ പതിപ്പാണെന്ന് പറഞ്ഞാരാ? ഗുരുദേവൻ അങ്ങനെയായിരുന്നു. ഗുരുദേവനെ അവമാനിക്കരുത്. ദേവി, ഇത് ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് ചതയ ദിനം കൂടിയാണ്. ഗുരുദേവനെ ആരും അപമാനിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അദ്ദേഹത്തോട് വഴക്കിടാനും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു ഗുരു എന്താണ് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോഴും എൻ്റെ പരാതി അതേ.